കുത്തിത്തിരിപ്പിന്റെ രാജകുമാരിയല്ലേ, ആ പാട്ട് ഓർമ്മയില്ലേ? അപ്പം നമ്മുടെ ബിഗ് ബോസിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. അപ്പോൾ ബിന്നി ഒരു മരണ വീട്ടിൽ വന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി. ആഹാ, എന്താ സന്തോഷം! കൂട്ടത്തിൽ മായയുണ്ട്, മായ വിശ്വനാഥ്. കെട്ടിപ്പിടിക്കുന്നു, ചിരിക്കുന്നു. മരണ വീട്ടിലാണ് എന്ന് ഓർക്കണം. ഏതെങ്കിലും ഒരു മരണ വീട്ടിൽ ഇങ്ങനെ സന്തോഷിച്ച് ആഹ്ലാദിച്ച് ആരെങ്കിലും പോകുമോ? നടി അംബികയുടെ അമ്മ മരിച്ച ആ ഒരു വിയോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണ് ഇവരൊക്കെ. അപ്പൊ അവിടെ കണ്ട സന്തോഷ പ്രകടനമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ വക ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ആ വീടിന് പുറത്താണ് കാഴ്ചവെക്കേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ ആർട്ടിസ്റ്റുകളാകുമ്പോഴത്തേക്ക് ഒരുപാട് മീഡിയക്കാരും അല്ലാതെ ഫോണും കൊണ്ടുമൊക്കെ വീഡിയോ പിടിക്കാനായിട്ട് ഒരുപാട് പേര് ചുറ്റിനുണ്ടാവും. അത് ഇവർക്ക് അറിയാവുന്നതാണ്. എന്നിട്ടാണ് ഈ വക സന്തോഷ പ്രകടനങ്ങളൊക്കെ അവിടെ കാഴ്ചവെക്കുന്നത്. കെട്ടിപ്പിടിക്കുന്നു, ചിരിക്കുന്നു, ഉല്ലസിക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതോ കല്യാണ വീട്ടിൽ കല്യാണം ആഘോഷിക്കാൻ വന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും വളരെ മോശമാണ്. എന്തായാലും ആ വീട്ടുകാർ ഈ വീഡിയോ പിന്നീട് കാണുമല്ലോ. അപ്പൊ അവർക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും? കുറച്ചെങ്കിലും മര്യാദ വേണ്ടേ? ഈ ബിന്നി ഒരു ഡോക്ടർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ഡോക്ടർ ആണെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ വേണം. ആ വിദ്യാഭ്യാസത്തിൻ്റെതായ ഒരു വിവരം പോലും ഇല്ലാതായി പോയല്ലോ ഡോക്ടർ ബിന്നി. ഈ വിവരത്തിന്റെ വിദ്യാഭ്യാസത്തിനെയൊക്കെ നമ്മൾ ബിഗ് ബോസിൽ കണ്ടതാണ്. അത് അംഗൻവാടിയിലൊക്കെ പഠിക്കുന്ന കുഞ്ഞു കുട്ടികൾ പോലും ഒരു മരണ വീട്ടിൽ ചെന്നാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്, എല്ലാവരും കരയുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമത്തോടെ ആയിരിക്കും നിൽക്കുന്നത് മറ്റുള്ളവരുടെ കരച്ചിൽ കാണുമ്പോൾ. ഇവിടെ ആദ്യമായിട്ടാണ് ഒരു ഡോക്ടറും അതുപോലെ തന്നെ ഈ മായ വിശ്വനാഥ് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ഒരാളാണ്. അപ്പൊ ആ പുള്ളിക്കാരിയും ഈ സന്തോഷ പ്രകടനങ്ങളൊക്കെ ഒരു മരണ വീട്ടിൽ കൊണ്ട് കാഴ്ചവെക്കുന്നത്. എന്തായാലും ഒരുപാട് വിവരം ഉള്ള ആൾക്കാരാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തമിഴ്നാട്ടിലൊക്കെ മരണമൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ബോഡി എഴുന്നള്ളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും ചെണ്ട കൊട്ടി പാട്ടുപാടി ഡാൻസും ഒക്കെ കണ്ടിട്ടില്ലേ? ഇപ്പൊ അതാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഓർമ്മ വരുന്നത് കേട്ടോ. കുറച്ച് നാളോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കത്തില്ല നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്നത്. ഇതിലും അപ്പുറമായിരിക്കും നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്നത്. കാരണം അത്രയും പുരോഗമിച്ചേ നമ്മുടെ നാട്.